എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ ഒരു രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ, പ്ലാന്റ്സിൻ്റെ ഈ വർഷത്തെ. അപ്പോൾ ഇതിനകത്ത് ഈ പ്ലാന്റ്സ് ഞാൻ ജനലിനടുത്ത് വെച്ചിരുന്ന പ്ലാന്റ്സാണ്. അതുകൊണ്ട് തന്നെ നല്ല ഗ്രോത്ത് ഉണ്ട്. നല്ല ലീഫൊക്കെ കണ്ടില്ലേ, നല്ല വലിപ്പമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് ഞാൻ ഈ രണ്ട് പ്ലാന്റ്സും വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുപ്പിയിൽ വെള്ളം മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുത്തതായിരുന്നു. നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, അതിൻ്റെ അകത്ത് ഒരു തണ്ട് കംപ്ലീറ്റ് ഇങ്ങനെ കേട് വന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റി, കേട് വന്ന ഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. പിന്നെ ചുവട്ടിൽ കണ്ടില്ലേ, അവിടെയും ഇങ്ങനെ കെട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം രണ്ടാമത് വെള്ളത്തിലേക്ക് നമ്മൾ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കേടുവന്ന ഭാഗം ഒരു മഞ്ഞ നിറമൊക്കെ വന്നിട്ടുണ്ട്. ആ ഭാഗം കംപ്ലീറ്റ് ഞാൻ മുറിച്ച് മാറ്റി. കണ്ടില്ലേ, കറുത്ത സാധനമൊക്കെ നമ്മളെടുത്ത് മാറ്റി. ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ, ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ കുപ്പിയിലേക്ക് രണ്ടാമത് റീപ്ലാന്റ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ഒന്ന് മാറ്റി കൊടുത്തു. പിന്നെ അറ്റത്ത് കണ്ടില്ലേ, അവിടെയൊക്കെ ഒന്ന് മുറിച്ച് കൊടുത്തു. ഈ മഞ്ഞ നിറമായിട്ട് ചീഞ്ഞ ഭാഗമൊക്കെയാണ് നമ്മളൊന്ന് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അത് റീപ്ലാന്റ് ചെയ്യുന്നത്. ഇനി കുപ്പിയിൽ വെള്ളം നമ്മൾ കംപ്ലീറ്റ് മാറ്റിയിട്ട് പുതിയ വെള്ളം നിറയ്ക്കുകയാണ്. കുപ്പി നന്നായിട്ട് കഴുകണം. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പൂപ്പൽ അതിനകത്ത് അവശേഷിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുപ്പി നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വീണ്ടും വെള്ളം നിറച്ചിട്ട് ഇത് റീപ്ലാന്റ് ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യം, ഈ ഇലകളും നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. കുപ്പി ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇലകളിൽ ഒരുപാട് പൊടിയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. കാരണം ഇത് വർഷത്തിലൊരിക്കലൊക്കെയാണ് ചെയ്യാറുള്ളത്. ഒരു വർഷത്തിന് മുമ്പേ ചെയ്തതാണിത്. അപ്പോൾ ഏകദേശം ഇടയ്ക്കൊന്നും അങ്ങനെ തുടച്ചിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം കേട്ടോ ഇലയൊക്കെ. ഇലയുടെ മുകളിലുള്ള പൊടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുടച്ച് കൊടുക്കുന്നത് നല്ലതാണ്. എന്നാൽ മാത്രമേ ആ ഗ്രോത്ത് നന്നായിട്ട് വരുള്ളൂ. പക്ഷേ ഇത് ഞാൻ അങ്ങനെ പൊടി പറ്റാത്ത ഒരു സ്ഥലത്തായതുകൊണ്ട് തന്നെ ഞാൻ അധികം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുപ്പിയുടെ മുകളിലും അതുപോലെ ധാരാളം പൊടി ഇങ്ങനെ അടിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് വൃത്തിയായാലൊരു ഭംഗിയാണല്ലോ കാണാനൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് ക്ലീൻ ചെയ്തു. ഇനി നമ്മളതിനകത്ത് വെള്ളം നിറയ്ക്കുകയാണ്. വെള്ളം നിറച്ചിട്ടാണ് മാനുവറൊക്കെ ആഡ് ചെയ്ത് നേരത്തെ പോലെ തന്നെ, നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, എന്താ പറയുക, NPK ചേർത്തിട്ട് വെക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പ്ലാന്റിൽ നമ്മൾ NPK ആണ് കൊടുക്കുന്നത്. NPK കൊടുത്തിട്ടാണ് റീപ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഞാനിതുപോലെ ചെയ്യാണ്. അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സും ഞാൻ പറഞ്ഞല്ലോ, നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന സ്ഥലത്തായതുകൊണ്ട് തന്നെ നല്ല ഗ്രോത്തുള്ള പ്ലാന്റ്സാണ്. അപ്പോൾ ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്ന സമയത്ത്, മണി പ്ലാന്റ് വെക്കുമ്പോൾ ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ജനലിനടുത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള പ്ലാന്റ്സിന് നല്ല ഗ്രോത്ത് ഉണ്ടാവും, നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ ഇതിനെ നമുക്ക് ക്ലിപ്പുകൾ കിട്ടും വാങ്ങിക്കാൻ ആമസോണിൽ. ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലിടാം. അങ്ങനെയുള്ള ക്ലിപ്പുകൾ വാങ്ങിക്കുകയാണെങ്കിൽ സ്റ്റിക്ക് ഓൺ ആയിട്ടുള്ള ക്ലിപ്പുകളായിരിക്കും. അങ്ങനെയുള്ള ക്ലിപ്പുകൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ ചെടികളെ ഇങ്ങനെ ആ ക്ലിപ്പിനുള്ളിലേക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും. അപ്പോൾ അത് വീണു പോവില്ല. പടർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ജനലിൻ്റെ സൈഡിൽ കൂടി ഈ ക്ലിപ്പുകൾ വെച്ച് കഴിഞ്ഞാൽ ജനലിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പടർത്താൻ പറ്റും. അതുപോലെ ചുമരിലുമൊക്കെ നമുക്കതിനെ പടർത്താൻ പറ്റും. ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ, അത് വന്നിട്ടില്ല. അപ്പോൾ വന്നിട്ട് ഞാൻ അതും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ വീഡിയോ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇലകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇലകളുടെ മുകളിലൊക്കെ ധാരാളം പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ സ്പീഡിലാണ് കേട്ടോ ഇനിയിപ്പോൾ വീഡിയോ ഒന്ന് സ്പീഡാക്കുന്നുണ്ട്. കാരണം വീഡിയോ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് സ്പീഡാക്കിയതാണ്. അപ്പോൾ രണ്ടും ഇതുപോലെ നമ്മൾ ഒന്നിൽ 2 തണ്ടുണ്ട് കേട്ടോ. അത് നല്ല ഗ്രോത്തായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുപ്പിയിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. മാനുവറൊക്കെ ചേർത്തു. ഇനി അത് അതിനകത്തേക്ക്
ഇറക്കി നല്ല ഭംഗിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ക്ലിപ്പുകൾ വാങ്ങിക്കുകയാണെങ്കിൽ ഈ ചുമരിലോ അല്ലെങ്കിൽ ജനലിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പടർത്താൻ പറ്റും. പടർത്തുകയെന്ന് വെച്ചാൽ ഈ ക്ലിപ്പിൻ്റെ ഉള്ളിൽ കൂടി ആയിരിക്കും ഈ ചെടി പോവുക. അതുകൊണ്ട് തന്നെ ചെടി താഴോട്ട് വീണ് പോവില്ല. അത് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ കാണിച്ചു തരാം. ആ ക്ലിപ്പുകൾ ആമസോണിലുണ്ട്. ക്ലിപ്പുകൾ ഞാൻ ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ, എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ നല്ല ഭംഗിയില്ലേ, നോക്കൂ കുപ്പിയിൽ എന്ത് രസമായിട്ടാണ് നിൽക്കണേ ആ പ്ലാന്റ്. ഇത് എന്താണ്, സിൽവർ പോത്തോസ് എന്നാണെന്ന് തോന്നുന്നു എൻ്റെ പേര്, ഞാൻ മറന്നുപോയി കേട്ടോ. ഒരു സിൽവർ ലൈൻ ഉണ്ട് അതിൻ്റെ മുകളിൽ. ഇതെന്ന് പറഞ്ഞാൽ ഗോൾഡൻ പോത്തോസാണ് കേട്ടോ, രണ്ടാമത്തത്. ഒന്ന് ഗോൾഡൻ പോത്തോസും ഒന്ന് സിൽവർ പോത്തോസുമാണ്. പോത്തോസിൻ്റെ തന്നെ പല വെറൈറ്റിയാണ് ഞാൻ സാധാരണ വെക്കാറുള്ളത്. പോത്തോസ് നന്നായിട്ട് ഇങ്ങനെ ജനലിലൊക്കെ ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വളരുന്ന ചെടിയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിറയെ പല സ്ഥലത്തും ഇതുപോലെയുള്ള പല വെറൈറ്റി പോത്തോസാണ് വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ളത് ഞാൻ മറ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് കൊണ്ടുപോയിട്ട് ആ ജനലിൻ്റെ മുകളിൽ വെക്കാം. അപ്പോൾ കണ്ടു നോക്കൂ. ഇത് രാത്രിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്, രാത്രിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. രാത്രിയാണ് എൻ്റെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാറുള്ളത് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചം കുറച്ച് കമ്മിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പകലെടുത്ത വീഡിയോ കാണിക്കാം. ഇത് പകൽ ഞാനതിൻ്റെ വീഡിയോ പകർത്തിയാണ്, കണ്ടില്ലേ. ഇപ്പോൾ ജനലിൻ്റെ അഴീൻ്റെ ഉള്ളിൽ കൂടിയാണ് ഞാൻ വെച്ചത്. ഇത് നമുക്ക് ജനലിൻ്റെ മുകളിൽ കൂടെ ഈ സ്റ്റിക്ക് ഓൺ ആയിട്ടുള്ള ക്ലിപ്പുകൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിനെ നന്നായിട്ടിങ്ങനെ പടർത്തി വിടാൻ പറ്റും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.